ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ പൂരി വിത്ത് ഒരു മുട്ടക്കറിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പില, നമുക്ക് നന്നായിട്ട് വാടി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വാടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഒരുവിധം വെന്ത് വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ഈ അരപ്പിഞ്ഞൊന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് ചോറാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് നിറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ചോറ്. സെയിം ഗ്ലാസ്സിന് അതേ 1 ഗ്ലാസ് തന്നെ നമ്മൾ എടുക്കണം. ആട്ടമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. സെയിം 1 ഗ്ലാസ് തന്നെ ആട്ടമാവ് ഇട്ട് കൊടുക്കാം. മാവിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ആദ്യം കറക്കിയെടുക്കുമ്പോൾ നമുക്കിത് പുട്ടിൻ്റെ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. 2 പ്രാവശ്യം കൂടെ അടിക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞ് നന്നായിട്ട് പൂരിയുടെ പരുവത്തിന് വരും. നമുക്കിതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മളെ മാവും ചോറും കൂടെ അരച്ചെടുത്തത് കറക്റ്റ് പൂരിയുടെ ആ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് കയ്യിലിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വലുതായിട്ട് കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല.
പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പം മാവെല്ലാം നന്നായിട്ട് ഇതേണൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാവ് അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്കിതിനകത്ത് ഒരു തുള്ളി വെള്ളം കൂടി ഞാൻ ചേർക്കാതാണ് ഇത് കുഴച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ബൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ബൂരിയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കനത്തിലാണ് പരത്തിയെടുത്തേക്കുന്നത്. പൂരിയാകുമ്പോൾ നമുക്ക് കുറച്ച് കനത്തിലെടുക്കണം. ഈ ഒരു കനത്തിലാണ് എടുക്കേണ്ടത്. നമുക്കിതുപോലെ എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റിയ ആ പാൻ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് ശകലം മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് പുരട്ടി വെച്ചതാണിത്. വേറൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോഴേ മുട്ടക്കറിക്ക് വളരെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. നമുക്കിനി ഇത് കോരി മാറ്റാം. ഈ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പിട്ട് കൊടുത്തേക്കാം. നന്നായിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ശകലം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് തീ കുറച്ചൊന്ന് വെക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടി 2 മിനിറ്റ് തീ കുറച്ച് വെക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പുളിയും എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 പിടി മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക.
അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ മുട്ടക്കറി റെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബൂരി വരന്നിട്ട് പൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മേളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നാലും നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരും. തീ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് തീ കുറഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതേ കണക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രുചികരമായ ബൂരിയും മുട്ടക്കറിയും റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.